എല്ലാവർക്കും നമസ്കാരം. ഈ ജ്യോതിഷശാസ്ത്രം അനുസരിച്ച് രാഹുവിൻ്റെ ഇപ്പോഴത്തെ കുംഭം രാശിയിലെ സഞ്ചാരം, ഇതിൽ പറയാൻ പോകുന്ന 5 രാശികളിലായി വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ നൽകാൻ 90% സാധ്യത കാണുന്നുണ്ട്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ 5 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ കോടികൾ താനെ കയ്യിൽ വരുമെന്ന രീതിയിലല്ല ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പകരം നിങ്ങളുടെ സമയം അനുകൂലമാണ്. ആ അനുകൂലമായ സമയം അറിഞ്ഞു കണ്ട് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ തീർച്ചയായും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിലൂടെ ഒരു പക്ഷേ വൻ സമ്പാദ്യം നിങ്ങളിലേക്ക് വന്നു ചേരാനും മതി. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ആ ഒരു വാസ്തവം. പക്ഷെ പറയുമ്പോൾ കോടികൾ വരുമെന്നൊരു ആലങ്കാരികമായി അങ്ങോട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഒരു ഗ്രഹം അനുകൂലമാകുന്നത് അത് നിൽക്കുന്ന ഭാവം ഏതോ അതനുസരിച്ചാണ്. രാഹു സാധാരണയായി 3, 6, 10, 11 ഈ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴാണ് കൂടുതൽ നല്ല ഫലങ്ങൾ ആ നക്ഷത്ര ജാതകർക്ക് നൽകുന്നത്. അപ്പോൾ ഈ തത്വം അനുസരിച്ച് നിലവിലെ രാഹു സംക്രമം ഏറ്റവും അനുകൂലമായി വരാൻ സാധ്യതയുള്ള ആ 5 രാശികൾ ഇനി പറയുന്നവയാണ്. അതിലാദ്യത്തേത് മേടക്കൂറ്. ഈ കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ രാഹുവിൻ്റെ ഇപ്പോഴത്തെ സഞ്ചാരം നിങ്ങൾക്ക് വലിയ സാമ്പത്തിക പുരോഗതി കൊണ്ടുവരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇവിടെ മുതൽ അങ്ങോട്ടാണ് ഈ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ കർക്കിടകം ഏകദേശം 3/4 തൊട്ട് അങ്ങോട്ട് അങ്ങനെ കൂട്ടിയാൽ മതി. അങ്ങനെ പറയാൻ കാരണം, രാഹു നിങ്ങളുടെ 11ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ ഒട്ടുമിക്ക എല്ലാ ആഗ്രഹങ്ങളും സഫലമാക്കുന്ന ഒരു സ്ഥാനമാണ്. അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക വരുമാനം തീർച്ചയായും വർദ്ധിക്കും. അതോടൊപ്പം തന്നെ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ ഉതകുന്ന ചില അപൂർവ അവസരങ്ങളും നിങ്ങളുടെ മുൻപിൽ വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. മാത്രവുമല്ല, സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനവും അംഗീകാരവും അത് മുൻപുള്ള മാസങ്ങളേക്കാൾ കൂടുതൽ ഇരട്ടിയാകാനും അത് കാരണമായി തീരും. അപ്പോൾ ഈ സമയത്ത് ഇതിനോടൊപ്പം തന്നെ പുതിയ ചില സുഹൃത്ത് ബന്ധങ്ങൾ രൂപപ്പെടാനും അതുപോലെ തന്നെ നിലവിലുള്ള ബന്ധങ്ങൾ അത് കൂടുതൽ ദൃഢമാകാനും തീർച്ചയായിട്ടും യോഗമുണ്ടായിത്തീരും. മാത്രവുമല്ല, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ദീർഘകാലമായി കാത്തിരുന്ന പദ്ധതികൾക്ക് ഇപ്പോൾ ഒരു തുടക്കം കുറിക്കാൻ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതായത് അടുത്ത കാലത്തായി ഓഹരി വിപണിയിലോ അതിന് സമാനമായ മറ്റ് നിക്ഷേപ സംരംഭങ്ങളിലോ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് വൻ സമ്പത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന അസുലഭ മുഹൂർത്തങ്ങളാണ് ഇനി വന്നു ചേരാൻ പോകുന്നത്. ഇനി രണ്ടാമത്തേത് മിഥുനക്കൂറ്. മകയിരം, തിരുവാതിര, പുണർദം. ഈ മിഥുനക്കൂറുകാർക്ക് രാഹുവിൻ്റെ കുംഭം രാശിയിലെ സഞ്ചാരം അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങളും അതിനോടൊപ്പം തന്നെ ചില സ്ഥാനമാനങ്ങളും നിങ്ങൾക്ക് കരഗതമാക്കും, അതായത് കരഗതമാക്കി തരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ രാഹു നിങ്ങളുടെ 9ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 9ാം ഭാവം പ്രതിനിധീകരിക്കുന്നത് ഉയർന്ന പഠനം, ആത്മീയ കാര്യങ്ങൾ, അതിനോടൊപ്പം വിദേശയാത്രകൾ എന്നീ അവസ്ഥകളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രാഹു പ്രോജ്വലിപ്പിച്ചിരിക്കും. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുക, ഇതിനർത്ഥം ഈ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവരും വിദേശയാത്ര നടത്തുമെന്നോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയെടുക്കുമെന്നോ അല്ല ഈ പറയുന്നത്. ഈ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ആരാണോ പ്രയത്നിക്കുന്നത് അവർക്കിത് കരഗതമാകുമെന്നാണ് ഈ ഫലങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫലങ്ങൾ മാത്രമല്ല, എല്ലാ ജ്യോതിഷ ഫലങ്ങളെയും അങ്ങനെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, ഈ വെറുതെ ഇരുന്നാൽ ഒന്നും നമ്മുടെ മുൻപിലേക്ക് വരില്ല. ആരാണോ അന്വേഷിച്ചു പോകുന്നത്, അതായത് ഒരു വ്യക്തിക്ക് വേണ്ട ആ വസ്തുക്കൾ അല്ലെങ്കിൽ ആ നേട്ടങ്ങൾ, ആ ആവശ്യങ്ങൾ ആരാണോ അന്വേഷിച്ചു പോകുന്നത് അയാളുടെ മുൻപിൽ ഈ ഫലങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞ പോലെ ഈ കാലയളവിൽ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ ഈ കരകൗശലവുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ജോലികൾ പഠിക്കാനോ അതിനോടൊപ്പം തന്നെ ആത്മീയ വിഷയങ്ങളിൽ താല്പര്യം വർദ്ധിക്കാനും വളരെ വ്യക്തമായ സാധ്യതകൾ കാണുന്നുണ്ട്. മാത്രവുമല്ല, ഈ തൊഴിലിനോ പഠനത്തിനോ വേണ്ടി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനേക്കാൾ അനുകൂലമായ ഒരു സമയം ഇനി അടുത്ത കാലത്തൊന്നും വന്നു കിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ, അതായത് യുവാക്കളാണെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കളുമായിട്ടോ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരുമായിട്ടുള്ള ബന്ധം അത് കൂടുതൽ മെച്ചപ്പെടാനും യോഗം കാണുന്നുണ്ട്.
മാത്രവുമല്ല, ഈ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ പരിപൂർണ പിന്തുണ ലഭിക്കുമെന്നും വ്യക്തമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്ന വിഷയങ്ങളിൽ ഒരുപക്ഷെ വിചാരിച്ചത്ര ലാഭം ഉണ്ടായില്ലെങ്കിൽ പോലും യാതൊരുവിധ നഷ്ടവുമില്ലാതെ ആ കാര്യങ്ങൾ ഭംഗിയാക്കി നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും. ഇനി അടുത്തത് തുലാക്കൂറ്. ഇതിൽ വരുന്നത് ചിത്തിര ചോദ്യവിശാഖം. ഈ തുലാക്കൂറുകാർക്ക് രാഹുവിൻ്റെ കുംഭം രാശിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് മാർഗതടസ്സങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുമെന്ന് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. പറയാൻ കാരണം, നിങ്ങൾക്ക് രാഹു നിങ്ങളുടെ 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതായത് സഞ്ചരിക്കുന്നത്. ഈ 6ാം ഭാവം രോഗങ്ങൾ, കടങ്ങൾ, ശത്രുക്കൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ കാലയളവിൽ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് നേരിടാനും അതിൽ വിജയം കൈവരിക്കാനും സാധിക്കും. മാത്രവുമല്ല, തൊഴിൽപരമായ കാര്യങ്ങളിലും ബിസിനസ്സിലും തീർച്ചയായും പുരോഗതി ഉണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. ദീർഘകാലമായി നിങ്ങളെ അലട്ടിയിരുന്ന കടബാധ്യതകൾ തീർക്കാനും അതുവഴി ഒരു സമ്പാദ്യം സ്ഥിരമായി സൂക്ഷിക്കാനും സാധിക്കും. മാത്രവുമല്ല, നിയമപരമായ തർക്കങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനും വ്യക്തമായ സാധ്യതകൾ കാണുന്നുണ്ട്. ഇത് ഇത്രയധികം അനുകൂല ഫലങ്ങളായിട്ട് ഉരുത്തിരിഞ്ഞു വരാനുള്ള മറ്റൊരു കാരണം, നിങ്ങൾക്ക് വ്യാഴവും ശനിയും രാഹുവിൻ്റെ ആ ദൃഷ്ടി വെച്ച് നോക്കുമ്പോൾ, ആ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ലാഭം മാത്രമേ കാണുന്നുള്ളൂ. ഇനി അടുത്തത് 4ാമത്തേത് മകരക്കൂറ്. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർ. ഈ മകരക്കൂറുകാർക്ക് ഈ രാഹു സംക്രമം, അതായത് ഈ രാഹു ഇപ്പോൾ സഞ്ചരിക്കുന്ന കുംഭം രാശി നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നാണ് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. പറയാൻ കാരണം, രാഹു നിങ്ങളുടെ 3ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ഈ 3ാം ഭാവം എന്ന് പറയുന്നത് ധൈര്യം, ആശയവിനിമയം, യാത്രകൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ യാത്രകൾ, സഹോദരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ധൈര്യശാലികളും ഉത്സാഹികളുമായി മാറിയിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും മറ്റുള്ളവരുമായി ഫലപ്രദമായി ആശയവിനിമയങ്ങൾ നടത്താനുമുള്ള നിങ്ങളുടെ ആ ഒരു കഴിവ് അത് മുൻപുള്ള മാസങ്ങളെക്കാൾ കൂടുതൽ ഇനി മുതൽ അങ്ങോട്ട് പ്രകടമായി തുടങ്ങും. മാത്രവുമല്ല, എഴുത്ത്, മാധ്യമം, കമ്പ്യൂട്ടർ തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നവർക്കോ ആ പ്രതീക്ഷിച്ചാലും അധികം നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതിനോടൊപ്പം സഹോദരങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്താനായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലയളവാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇനി അടുത്തത് 5ാമത്തേത് കുംഭം രാശി. അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഈ കുംഭക്കൂറുകാർക്ക് രാഹു നിങ്ങളുടെ 1ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെയും ജീവിത വീക്ഷണത്തെ തന്നെയും തീർച്ചയായും സ്വാധീനിക്കും. മാത്രവുമല്ല, ഈ സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉറപ്പായും നടന്നു കിട്ടും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 95% സാധ്യതയാണ് അതിന് കാണുന്നത്. അതുവഴി ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് രൂപീകരിക്കാനും അവ നേടിയെടുക്കാനും കഠിനമായി പരിശ്രമിക്കാനും ഈ രാഹു നിങ്ങളെ പ്രേരിപ്പിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഈ കാലയളവിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, അതിനോടൊപ്പം ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ അത് തുടങ്ങാനായിട്ട്, അതായത് രണ്ടും കൽപ്പിച്ച് അതിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനായിട്ടൊരു പ്രചോദനം തീർച്ചയായിട്ടും ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകാൻ ഒരു കാരണമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത്രയും കാര്യങ്ങളാണ് 5 രാശികളിലായി വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വേണ്ടി പറയാനുള്ളത്. പൂജയിലേക്ക് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഉൾപ്പെടുത്തേണ്ട ആളുകൾ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും മറക്കാതെ തരിക. അതുപോലെ തന്നെ നിത്യപൂജയിലേക്കാണോ അല്ലെങ്കിൽ നവഗ്രഹ പൂജയിലേക്കാണോ നിങ്ങളുടെ ഈ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തേണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരംതിരിച്ചു തരാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത്. ഈ നവഗ്രഹ പൂജയാകുമ്പോൾ എല്ലാ ശനിയാഴ്ചയും മാത്രമേ ചെയ്യുന്നുള്ളൂ. നിത്യപൂജയും ഗണപതി ഹോമവും എല്ലാ ദിവസവും പുലർച്ചെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.